നമസ്കാരം. ഫ്യൂച്ചർ സൊല്യൂഷൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ ഒരു 5 കിലോവാട്ട് പ്ലാന്റിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളിവിടെ ഇച്ചിരി എലിവേറ്റഡ് ആയിട്ടാണ് നമ്മൾ പ്ലാന്റ് ചെയ്തേക്കുന്നത്. നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് 540 വാരിയുടെ 10 പാനലാണ്. പ്ലാന്റ് കപ്പാസിറ്റി വരുന്നത് 5400 വാട്ട്സാണ്. നമ്മൾ ഹൈറ്റിൽ ചെയ്ത് എല്ലാം സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ സ്ട്രോങ് ആക്കി എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിലുമായിട്ട് നമ്മൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ബേസിലെല്ലാം കോൺക്രീറ്റും ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇലക്ട്രിക്കൽ വയറിങ് കാര്യങ്ങളും DC വയറിങ്ങളെല്ലാം കൊണ്ടുപോയേക്കുന്നത് ടൈ അടിച്ചിട്ടല്ല, എല്ലാം നമ്മൾ ക്ലാമ്പ് ചെയ്ത് സ്ക്രൂ ആയിട്ട് ഫോർ ലോങ് ലാസ്റ്റിംഗ് ഉള്ള രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് SS-ൻ്റെ 304-ൻ്റെ നട്ട് ബോൾസും അലൂമിനിയം ക്ലാംസുമാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. എല്ലാം MC4 കണക്ടറും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ലൈറ്റ്നിങ് അറസ്റ്റർ, നമ്മൾ മൾട്ടി സ്പൈക്കിൻ്റെ ലൈറ്റ്നിങ് അറസ്റ്ററാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ പാനലിൻ്റെ പ്ലേസ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഡബിൾ സ്ട്രിങ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വയറിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ താഴെ ആ ഭിത്തിയെക്കൂടെ തന്നെ നമ്മൾ കൊണ്ടുപോയി അവിടുന്ന് ഡ്രില്ലടിച്ച് താഴോട്ട് നേരെ ഇൻവേർട്ടറിൻ്റെ സൈഡിലോട്ടാണ് പോയേക്കുന്നത്. നമുക്ക് താഴത്തെ ഇൻവേർട്ടറിൻ്റെ സൈഡിലത്തെ സെറ്റപ്പ് കൂടെ നമുക്ക് കാണാം. അപ്പം നമ്മുടെ ലൈറ്റ്നിങ് അറസ്റ്ററും കാര്യങ്ങളെല്ലാം വന്നേക്കുന്നത് മുകളിൽ നിന്ന് ഭിത്തിയെക്കൂടെ തന്നെ സെപ്പറേറ്റ് ഒരു കോൺഡ്യൂട്ട് അടിച്ച് നമ്മൾ നേരെ താഴെ ഇവിടെ വന്നിട്ട് ഇൻ്റർലോക്കിൻ്റെ അടിയിൽ കൂടെ നമുക്കൊരു 5 feet 6 ഫീറ്റിൽ നമ്മൾ ഡെപ്തിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അറസ്റ്ററിൻ്റെ ആണെങ്കിൽ നമ്മൾ മുകളിൽ എത്രയും താത്ത് ചെയ്യാൻ പറ്റുമോ അത്രയും താത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ DC വയറിങ് വന്നേക്കുന്നതും അതേപോലെ തന്നെ ടോപ്പിക്കോട് നേരെ ഇതിനോട് ചേർന്ന് തന്നെ നമ്മൾ കോൺഡ്യൂട്ട് അടിച്ച് ഇതുവഴി വന്ന് നമ്മൾ DC-DBയുടെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പം DC-DBയുടെ അവിടെ എല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് കേബിൾ ട്രേയും കാര്യങ്ങളൊക്കെ ചെയ്ത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. DC-DB നമുക്ക് വന്നേക്കുന്നത് പ്രീമിയം DC-DB ആണ്. മെർസൻ്റെ ഡബിൾ ലൈൻ ഫ്യൂസ്, ABBയുടെ MCB, മെർസൻ്റെ SPDs ഇത്രയും വെച്ചിട്ട് നമ്മൾ 5 കിലോവാട്ടിൻ്റെ ഡബിൾ സ്ട്രിങ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എർത്തിങ്ങും കാര്യങ്ങളെല്ലാം ഫെറൂൾസും DC-യുടെ വയറിങ് കാര്യങ്ങളെല്ലാം ഫെറൂൾസ് ഇട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതുവഴി നമ്മൾ നേരെ വന്നിട്ട് നമ്മുടെ ഗ്രോ വാട്ടിൻ്റെ 5 കിലോവാട്ട് 3 ഫേസ് ഇൻവേർട്ടറാണ് ഇവിടെ ചെയ്തേക്കുന്നത്. 3 ഫേസ് വീട് ആയതുകൊണ്ട് തന്നെ നമ്മൾ 3 ഫേസ് ഇൻവേർട്ടർ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 5 kVയുടെ സിസ്റ്റമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. AC നമുക്ക് വന്നേക്കുന്നത് AC-DB നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ABBയുടെ 3 ഫേസ് നമ്മുടെ MCB ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എമർസൻ്റെ SPD വിത്ത് കളർ കോഡ് എല്ലാം ഫെറൂൾസ് ഇട്ടാണ് നമ്മൾ ക്രിമ്പ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ വന്നേക്കുന്നത് എർത്ത് ബെഞ്ചിലോട്ടാണ്. ഈ എർത്ത് ബെഞ്ചിൽ നിന്ന് നമ്മുടെ AC എർത്തിങ്, DC എർത്തിങ് കാര്യങ്ങളെല്ലാം DC എർത്തിങ് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയിക്കാണ്. AC എർത്തിങ്ങിൻ്റെ എർത്ത് ബെഞ്ചാണ്. എർത്ത് ബെഞ്ച് നമ്മൾ നേരെ ഇൻ്റർലോക്കിൻ്റെ അടിയിൽ കൂടെ തന്നെ പോയി നേരെ എർത്ത് ബിറ്റ് ചേമ്പർ അതുവഴി നമ്മൾ ഇൻസ്പെക്ഷന് വേണ്ടി നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ ഇൻ്റർലോക്ക് ഇളക്കി നമ്മൾ റിലേ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എല്ലാം ചെയ്തേക്കുന്നത്. നമുക്ക് 3 എർത്ത് ബിറ്റ് ചേമ്പർ വന്നിട്ടുണ്ട്. DC, AC സ്ട്രക്ചറിൻ്റെ ലൈറ്റ്നിങ് അറസ്റ്റ് നമ്മൾ ഡീപ്പായിട്ട് ചെയ്തേക്കുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് നേരെ AC-DBന്ന് വന്നേക്കുന്നത് നമ്മളൊരു മീറ്റർ ബോക്സ് കൊടുത്ത് അതിൻ്റെ അകത്ത് നമ്മുടെ പ്ലാന്റിൻ്റെ മെയിൻ സ്വിച്ച് എല്ലാം പ്രോപ്പറായിട്ട് സോർട്ട് ചെയ്ത് കളർ കോഡ് ചെയ്ത് വയർ ചെയ്തിട്ട് ഇത് നമ്മുടെ എനർജി മീറ്റർ വന്നിട്ടുണ്ട്. പ്ലാന്റിൻ്റെ മെയിൻ സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നേരെ നമ്മുടെ നെറ്റ് മീറ്ററിലോട്ട് വന്നേക്കുകയാണ്. നെറ്റ് മീറ്ററിൻ്റെ അകത്തും നമ്മളിവിടെ കളർ കോഡ് ചെയ്ത് നമ്മുടെ സോളാറിൻ്റെ സെപ്പറേറ്റ് നമ്മുടെ ന്യൂട്രൽ ലിങ്കും കാര്യങ്ങളൊക്കെ മാറ്റി ഹയർ ആംബിയറിൻ്റെ ന്യൂട്രൽ ലിങ്ക് ഇട്ട് എല്ലാം കളർ കോഡ് ചെയ്ത് ഫെറൂൾസ് ഇട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ നെറ്റ് മീറ്ററും. നമുക്ക് ഇതുവരെ ഡെയിലി പ്രൊഡക്ഷൻ നമുക്ക് ഏകദേശം ഒരു 25 to 26 യൂണിറ്റ്സോളം നമുക്ക് ആവറേജ് കിട്ടുന്നുണ്ട്. 5 കിലോവാട്ടിൻ്റെ പ്ലാന്റാണ്. അപ്പം എങ്ങനെയുണ്ട് ഇതിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷനും ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മുടെ ഡയറക്റ്റ് കസ്റ്റമറിനോട് തന്നെ ചോദിച്ചു പോയി. നമസ്കാരം, ഇത് ജോൺ സാറാണ്. സാറിൻ്റെ വീട്ടിലാണ് നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് സാറിനോട് തന്നെ ഡയറക്റ്റ് ചോദിച്ചറിയാം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. നമസ്കാരം. ഞാൻ ജിതിനെ സെലക്ട് ചെയ്യാനുള്ള മുഖ്യ കാരണം ക്വാളിറ്റി ഓഫ് വർക്കാണ്. വർക്ക് ക്വാളിറ്റിയിൽ ജിതിന് ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാറില്ല. അതുപോലെ കൂടെ തൊഴിലാളികളായിട്ടുള്ളവരും വിദഗ്ധരായിട്ടുള്ളവരാണ്. മൊത്തത്തിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞാൻ ആ വർക്കിൻ്റെ കാര്യത്തിൽ വളരെ സാറ്റിസ്ഫൈഡാണ്. അതുപോലെ 1 മാസമായി പ്ലാന്റിൻ്റെ പെർഫോമൻസും മികച്ച രീതിയിലാണ്. എനിക്ക് ആവറേജ് 26.4 വരെ എനിക്ക് ഡെയിലി കിലോവാട്ട് അവർ യൂണിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ മികച്ച രീതിയിൽ പോകുന്നു. തുടർന്നും ആഫ്റ്റർ സർവീസ് ഇതിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ആളാണ്. എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. നമ്മുടെ വർക്ക് സൈറ്റ് എത്ര ദിവസം കൊണ്ട് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ വർക്ക് ചെയ്ത സമയത്തുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ
വർക്ക് സൈറ്റ് ഞാൻ ഉദ്ദേശിച്ചതിലും വേഗത്തിൽ, അതായത് ഞാനൊരു കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച എടുത്തോ നമ്മൾ വർക്ക് തുടങ്ങി 3 ദിവസം 4 ദിവസം കൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്തു. പിന്നീട് ബാക്കി KSEBയുടെ കണക്ഷന് വേണ്ടിയിട്ട് അല്പം താമസം വന്നിട്ട് ഒരാഴ്ച നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഇത്രയാണ് നമ്മുടെ സൈറ്റിൽ നിന്ന് നമുക്കുള്ള എക്സ്പീരിയൻസ്. നമ്മൾ ഇതുവരെ ടോട്ടൽ പ്രൊഡക്ഷൻ 794 യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഈ പ്ലാന്റിൽ നിന്ന്. നമുക്ക് ഇതുവരെ എക്സസ് ഇവർക്ക് കിടക്കുകയാണ്. നമ്മുടെ ഇവരുടെ മാക്സിമം ഉപയോഗം കഴിഞ്ഞിട്ടും എക്സസ് ഇവർക്ക് പ്രൊഡക്ഷൻ നമുക്ക് കിടപ്പുണ്ട്. അപ്പം കസ്റ്റമർ സാറ്റിസ്ഫൈഡ് എന്ന് കാണുമ്പോഴാണ് അത് നമുക്ക് ഏറ്റവും നമുക്ക് തന്നെ ഒരു സന്തോഷം. അപ്പം ഇതുപോലെ ഇനിയും നമുക്ക് നല്ല നല്ല കസ്റ്റമേഴ്സും നല്ല നല്ല വർക്ക് സൈറ്റും കിട്ടട്ടെ. നിങ്ങൾക്കും എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താങ്ക് യു.